കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ തീപിടുത്തം സംബന്ധിച്ച് 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് ചീഫ് സെക്രട്ടറി എ ജയതിലക് നിർദ്ദേശം നൽകി. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും പോലീസും അഗ്നിശമന സേനയും കെട്ടിടത്തിന്റെ വിശദ പരിശോധന നടത്തി. അശാസ്ത്രീയമായ നിർമ്മാണം തീ ആളിപ്പടരാൻ കാരണമായതെന്നാണ് അഗ്നിശമന സേനയുടെ കണ്ടെത്തൽ. അതേസമയം തീപിടുത്തത്തിൽ ദുരൂഹത കണ്ടെത്തിയിട്ടില്ലെന്നും വ്യക്തത വരണമെങ്കിൽ ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തുവരണമെന്നും ജില്ലാ ഫയർ ഓഫീസർ പറഞ്ഞു. ഗുരുതര നിയമലംഘനങ്ങൾ നടത്തിയാണ് കെട്ടിടത്തിൽ മാറ്റങ്ങൾ വരുത്തിയതെന്ന് വ്യക്തം. തീ ആളിപ്പടരാൻ കാരണം അശാസ്ത്രീയമായ നിർമ്മാണമാണെന്ന് അഗ്നിശമന സേന ഉറപ്പിക്കുമ്പോൾ തീപിടിക്കാനുള്ള കാരണമാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധിക്കുന്നത്. അട്ടിമറി അടക്കം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാനാണ് കസബ പോലീസ് കേസ് രജിസ്റ്റർ അന്വേഷണം നടത്തുന്നത്. 8 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് പോലീസിന്റെ പ്രാഥമിക കണക്ക്. എന്നാൽ 75 കോടിയിലധികം നഷ്ടമുണ്ടായതായാണ് വ്യാപാരികൾ പറയുന്നത്. 2 ആഴ്ചത്തേക്ക് താഴത്തെ നിലയിലുള്ള കടകൾ തുറന്നു പ്രവർത്തിക്കരുതെന്നും പോലീസ് കച്ചവടക്കാർക്ക് നിർദ്ദേശം നൽകി. തീപിടുത്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം കോൺഗ്രസ് ആവശ്യപ്പെട്ടു. 5-ാം മണിക്കൂറിൽ തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും തുണി ഗോഡൌണിലെ തീ പുലർച്ചെ 3 മണിക്കാണ് പൂർണ്ണമായും കെടുത്തിയത്. കരിപ്പൂർ വിമാനത്താവളത്തിലെ ക്രാഷ് ഷട്ടറും ടോപ്പ് പമ്പിങ്ങുമാണ് തീ കെടുത്താൻ സഹായകമായത്. ഇപ്പോൾ നിലവിൽ തീ ഏകദേശം പൂർണ്ണമായും അണച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിനു ശേഷം നമ്മൾ ബില്ലിംഗ് ഒന്ന് പരിശോധിച്ചിട്ട് കൂടുതൽ എന്തെങ്കിലും അപകടമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. നിലവിൽ 15 യൂണിറ്റ് കോഴിക്കോടും അതുപോലെ മലപ്പുറം തീ നിയന്ത്രണമായിട്ടും വിധേയമായിട്ടുണ്ട് പൂർണ്ണമായും. തീപിടുത്തത്തിന്റെ കാരണം നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല. അത് കൂടുതൽ ഇൻവെസ്റ്റിഗേഷനിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോഴത്തെ പ്രാധാന്യപ്പെടുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീ എങ്ങനെയെങ്കിലും എടുക്കുക എന്നുള്ളതാണ്. 4 മണിക്ക് തുടങ്ങി 2 മണിയോളായി. ഇല്ല, ഒരു 10 മണിയായപ്പോഴേക്കും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പിന്നീട് ബാക്കിയുള്ളത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 95% കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ ഡബ്ല്യൂസും കാര്യങ്ങളും ഇഗ്നേറ്റ് ചെയ്യുന്നതാണ്. ആദ്യമായി നമ്മൾ പൂർണ്ണമായിട്ട് കൊടുക്കും. അത്രയും മെറ്റീരിയൽസ് ഉണ്ടല്ലോ, സ്റ്റോക്ക് ഉണ്ടല്ലോ, സ്റ്റോക്ക് മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ എല്ലാം സെപ്പറേറ്റ് റൂമുകളാണ്. ഒറ്റ ഹോളിലെല്ലാം സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് പല പല റൂമുകളിലാണ്. സ്വാഭാവികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ പർട്ടിക്കുലറായിട്ട് എല്ലാവർക്കും അപകടമൊന്നും